ഒരമ്മ പറഞ്ഞു, അച്ഛാ എനിക്ക് 3 ആമക്കളാണ്, 2 മക്കൾ ഈ 2 പോലീസ് ചട്ടത്തുണി എടുത്തു തന്നു. 4 ചട്ടത്തുണി ഞാൻ വെച്ചിട്ടുണ്ട്. ഇളയവൻ ബാങ്കിലെ അറ്റൻഡറാണ്. അവൻ്റെ കൈ കൊണ്ട് JK തുണി കൊണ്ടോ റേഷൻ തുണി കൊണ്ടോ ഒരു ചട്ട തുണിയിട്ടിട്ട് മരിച്ചാൽ മതി എന്ന കൊതി. ചട്ടയില്ലാഞ്ഞിട്ടില്ല, മക്കളെ കൊണ്ട് കിട്ടാനുള്ള ഒരമ്മയുടെ മോഹം. എനിക്ക് വിശന്നു ദാഹിച്ചു, സ്നേഹത്തിൻ്റെ ഭക്ഷണം തന്നു, സ്നേഹത്തിൻ്റെ പാനീയം തന്നു. 2, ഞാൻ രോഗിയായിരുന്നു, എന്നെ ആശ്വസിപ്പിച്ചു. നമ്മുടെ പെരയ്ക്കകത്ത് രോഗാവസ്ഥയിൽ രോഗത്തിൽ ഉള്ളവരോട് കൊടുക്കേണ്ട ഒരു പ്രത്യേക കരുതൽ. എൻ്റെ അപ്പൻ്റെ ചെവി കേൾക്കുകയല്ലെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയല്ല, തൊണ്ട പൊട്ടുന്ന പോലെ അല്പസമയം അപ്പനോട് മിണ്ടണം, അല്ലെ സ്വന്തം മക്കളെ കൊണ്ട് മിണ്ടിക്കണം. അമ്മയുടെ കണ്ണ് കാണുകയെന്ന് പറഞ്ഞ് ദൂരെ കൂടെ പോകുകയല്ല, അമ്മയ്ക്ക് തൊടാവുന്ന വിധത്തിൽ അടുത്തിയെന്ന് ഇരുത്തു കൊടുക്കണം. തിന്മയുടെ കുന്നും മലയും നിരത്തണം, അടുത്തിരിക്കണം. ഇനി ഒന്നുമില്ലേ, മൂളി കേൾക്കണം. കാരണന്മാർക്ക് ഏറ്റവും ഇഷ്ടമാണ് മക്കളും കൊച്ചുമക്കളും മൂളുന്നത്. ചിലപ്പം കിടന്നോടി ചോദിക്കും, നീ കേൾക്കുന്നുണ്ടോടാ, നീ കേൾക്കുന്നുണ്ടോടി, ഒന്ന് മൂളിയാൽ മതി. ചില മക്കളും മറ്റും മൂളുന്നതന്നെ പ്രത്യേക മൂളല. പൊവറേനെയും പറ്റി കുറയ്ക്കുന്ന പോലെ ചില മക്കളെയും മറ്റും മൂളൽ. യാ ഓ യാ. ഒരു മകൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 4 വർഷം കൂടി. 80 വയസ്സുള്ള അമ്മ പറഞ്ഞു, മോനെ പിത്തം കഫം ചുമ കൊര വല്ലാത്ത ക്ഷീണം. പറഞ്ഞു യാ 80 അങ്ങനെയൊക്കെയാന്ന്. അമ്മയ്ക്ക് സൂചിച്ചില്ല. അമ്മ ഒക്കെ പോട്ടെ മോനെ, എല്ലാ മാസവും കാച്ചിയെണ്ണ കുഴമ്പ് ഗുളിക മരുന്ന് എല്ലാം കൂടെ 1200 രൂപ. ഞാനത് തരുന്നുണ്ടല്ലോ, പിന്നെയും അമ്മയ്ക്ക് ചൊറിഞ്ഞു കയറുന്ന അരിശം. അമ്മ അതൊക്കെ പോട്ടടാ. അമ്മയുടെ മുണ്ടും ചട്ടയും കവണിയും കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. റിയലി ഒന്നുമല്ല മോനെ, പഴയ പെരേലിയാണ്, അത് വെട്ടി ദൂരെ കളഞ്ഞത്. അപ്പോൾ കുടുംബത്തിൽ ഒരു ശ്രദ്ധ വേണം. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചു. 3